ബിഗ് ബോസ് സീസൺ 7 മലയാളം ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 8. ഒരു അടിപൊളി പ്രൊമോ വന്നിട്ടുണ്ട്. സീക്രട്ട് ടാസ്ക് ആണ് സംഭവം. ആര്യനെയാണ് ബിഗ് ബോസ് ഈ ദൗത്യം ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ ലൈവിലത്തെ കാര്യമുണ്ട് ഇപ്പോൾ പറയുന്നത്. അപ്പോൾ ലൈവില് ആര്യനെ ഏൽപ്പിക്കാൻ കാരണം എന്താ? ഈ കഴിഞ്ഞ തിയേറ്റർ ടാസ്കിൽ ഏറ്റവും കൂടുതൽ കോയിൻസ് കളക്ട് ചെയ്തിരിക്കുന്ന ആര്യനായിരുന്നു. സോ അതിൽ വിൻ ചെയ്ത ഒരാൾക്ക് കൊടുത്തിരിക്കുന്ന ഒരു ടാസ്ക് ആണ് ഈ ഒരു സീക്രട്ട് ടാസ്ക്. സത്യം പറഞ്ഞാൽ ആര്യൻ എൻ്റെ ഫേവറേറ്റ് കണ്ടസ്റ്റന്റ് പോലും അല്ല കേട്ടോ. ആളെ പറ്റി ഞാൻ ഒരുപാട് നെഗറ്റീവും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഫാമിലി വീക്കിന് ശേഷമാണ് ആര്യൻ എന്ന് പറയുന്ന കണ്ടസ്റ്റന്റ് ഗ്രാഫ് ശരിക്കും മുകളിലേക്ക് പോയത്. അതിൻ്റെ അമ്മയും അതേപോലെ തന്നെ ചേട്ടനും ബിഗ് ബോസ് വീട്ടിൽ വന്നതിന് ശേഷം ബാക്കി എല്ലാവർക്കും ക്ലൂ കൊടുത്തു കേട്ടോ പുറത്തിടക്കുന്ന കാര്യങ്ങളൊക്കെ. പക്ഷെ ഇവരുടെ ഫാമിലി വന്നിട്ട് ഒരക്ഷരം പോലും മിണ്ടിയില്ല. നിനക്ക് പറ്റുന്ന പോലെ നീ കളിച്ചാൽ മതി എന്നുള്ള സ്റ്റാൻഡിലായിരുന്നു അമ്മയും ചേട്ടനൊക്കെ അവിടെ സംസാരിച്ചത്. നമ്മൾ ലൈവൊക്കെ കണ്ടുകൊണ്ടിരുന്ന കാരണം ശരിക്കും ആ ആര്യനോടും അതേപോലെ തന്നെ ആര്യൻ്റെ ഫാമിലിയോടൊക്കെ ഒരു ബഹുമാനം തോന്നി കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഈ ഒരു സീക്രട്ട് ടാസ്ക് കൊടുക്കുന്ന ടൈമിൽ കൺഫെഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിപ്പിച്ചിരിക്കുകയാണ്. ആ ടാസ്ക് എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് പ്രേക്ഷകരെല്ലാവരും കാത്തിരുന്നത് അല്ലേ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ടാസ്ക് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് തോന്നും. പക്ഷെ ഭയങ്കര പണിയാണ് ആര്യന് ഇപ്പോൾ കിട്ടാൻ പോകുന്നത് കേട്ടോ. സീക്രട്ട് ടാസ്കിൽ ഇത്രേ ഉള്ളൂ. ഒരു ചെറിയ മൊബൈൽ ഫോൺ ആര്യന് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഫോൺ ബിഗ് ബോസ് വീട്ടിൽ നിന്നിട്ട് മീൻസ് സീക്രട്ടായിട്ട് വിളിക്കാൻ പാടില്ല, പബ്ലിക് പ്ലേസിൽ വേണം നിന്ന് ഫോൺ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. ബിഗ് ബോസ് വിളിക്കുമ്പോൾ ഫോൺ അറ്റൻഡ് ചെയ്യണം. അറ്റൻഡ് ചെയ്യുമ്പോൾ വേറെ ആരും കാണാൻ പാടില്ല. വാഷ്റൂം അല്ലെങ്കിൽ സ്മോക്കിംഗ് റൂം അങ്ങനെയുള്ള പ്രൈവറ്റ് റൂംസ് ഒന്നും യൂസ് ചെയ്യാൻ പാടില്ല. ഇപ്പോൾ ഓപ്പൺ ഏരിയ ലിവിംഗ് റൂം അല്ലെങ്കിൽ ഗാർഡൻ അല്ലെങ്കിൽ കിച്ചൺ അങ്ങനെയുള്ള ഓപ്പൺ ഏരിയയിൽ ഒളിഞ്ഞു മാറി നിന്നിട്ട് വേണം വിളിക്കാനായിട്ട്. അപ്പോൾ ഇത് കാണിക്കുമ്പോൾ എന്തായാലും ബാക്കിയുള്ളവർ നോക്കുമല്ലോ, ശ്രദ്ധിക്കുമല്ലോ ആര്യൻ എന്താണ് ചെയ്യണമെന്ന് അറിയാനായിട്ട്. പക്ഷെ ആദ്യം ശ്രദ്ധ കിട്ടാതെ വേണം ഈ ഒരു ഫോൺ അറ്റൻഡ് ചെയ്യാനായിട്ടും. ബിഗ് ബോസ് പറയുന്ന നിർദ്ദേശം അനുസരിച്ചിട്ട് അവിടെ ഹൈഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ഓരോരോ ഫുഡ് ഐറ്റംസ് എടുത്ത് കഴിക്കാൻ വേണ്ടിയിട്ടും. ഇതാണ് ടാസ്ക്. ഈ ഒരു ടാസ്ക് ബിഗ് ബോസ് പറഞ്ഞതിന് ശേഷം ആര്യൻ ഭയങ്കര ഇന്നസെന്റ് ആയിട്ടാണ് ബിഗ് ബോസിൻ്റെ അടുത്ത് സംസാരിച്ചത്. ആര്യന് പണി കിട്ടുന്ന കാര്യമൊക്കെ നമ്മൾ ആ പ്രൊമോയിൽ കണ്ടു അല്ലേ. ബിഗ് ബോസ് പറയുന്നുണ്ട് ഏതെങ്കിലും കാരണവശാൽ ഇത് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഞാൻ എന്തായാലും കൈയൊഴിയും എന്നുള്ള രീതിയിൽ ബിഗ് ബോസ് പറഞ്ഞു. അത് കേട്ടിട്ട് ഞെട്ടണ ഒരു ആര്യനാണ് നമ്മൾ പ്രൊമോയിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഈ ഒരു കോൺവെർസേഷനിൽ, അതായത് ഈ ഒരു ലൈവിൽ നടന്ന കോൺവെർസേഷനിൽ രണ്ടുപേരും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടാണ് കേട്ടോ സംസാരിച്ചത്. അപ്പോൾ ഈ ആര്യനെ കൺഫെഷൻ റൂമിലേക്ക് വിളിക്കുന്നേക്കാളും തൊട്ട് മുന്നേയായിട്ട് പിന്നീനെയും അതേപോലെ തന്നെ ഇപ്പോൾ നിവിനെയൊക്കെ ആര്യന് ശേഷമാണ് നിവിനെയൊക്കെ വിളിച്ചത്. അപ്പോൾ ഇങ്ങനെ 2-3 കണ്ടസ്റ്റൻസിനെയൊക്കെ കൺഫെഷൻ റൂമിലേക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആര്യൻ ബിഗ് ബോസിനോട് ചോദിക്കുന്നുണ്ട് ഇവരെയൊക്കെ വിളിച്ചതും ഇതേപോലത്തെ സീക്രട്ട് ടാസ്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ ബിഗ് ബോസ് നോക്കുമ്പോഴേക്കും അല്ല, അത് അവർക്ക് ഡൗട്ട് തോന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വിളിച്ചത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആര്യന് സംശയം ഇനി ബിഗ് ബോസ് പണി തരുന്നതാണോ എന്ന്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നുണ്ട് ആര്യനെ ധൈര്യമായിട്ട് വിശ്വസിക്കാന്ന് പറയുമ്പോഴേക്കും ആര്യം പറയുന്നുണ്ട് കേട്ടോ വിശ്വാസമാണ് ബിഗ് ബോസിന് മാത്രമുള്ള വിശ്വാസം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയുന്നുണ്ട്. ഭയങ്കര ഫണ്ണി ആയിരുന്നു കേട്ടോ. ഭയങ്കര ഇന്നസെന്റ് ആയിട്ടാണ് ആര്യൻ എന്ന് പറഞ്ഞ കണ്ടസ്റ്റന്റ് ബിഗ് ബോസിൽ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ ഇന്നലെ ടാസ്കിലേക്കാണെങ്കിലും അടിപൊളിയായിട്ടാണ് കേട്ടോ ആര്യൻ പെർഫോം ചെയ്തതൊക്കെ. നമുക്ക് പലപ്പോഴും തോന്നും ആര്യൻ കുറച്ച് ഓവർ അല്ലേ എന്നുള്ളത്. പക്ഷെ ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ആ ഒരു ടാസ്ക് അത്രയും ഫണ്ണി ആക്കി കൊണ്ടുപോകാനായിട്ട് ആര്യന് ശരിക്കും പറ്റിയെന്നുള്ളതാണ് അതിന്റെ വാസ്തവം. അപ്പോൾ ഒരു സീക്രട്ട് ടാസ്ക് ഫസ്റ്റ് ചെയ്യാൻ പോകുന്ന ആര്യനാണ്. പിന്നെ ബിഗ് ബോസ് ഈ ഒരു സീക്രട്ട് ടാസ്കിലേക്ക് വേറെ 2-3 കണ്ടസ്റ്റൻസിനെ കൊണ്ടുവരും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ലൈവ് നടക്കട്ടെ. അടുത്ത അപ്ഡേറ്റ് ആയിട്ട് വീണ്ടും വരാം. ബൈ.